ആദ്യ ലീഡ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ദില്ലി ബാറ്റിലിൽ നമ്മൾ കാണുന്നത് BJPക്കാണ് ലീഡ് എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖർ, അത് കെജ്രിവാൾ അടക്കം, അതിഷി അടക്കം, മനീഷ് സിസോദിയ അടക്കം ആം ആദ്മി പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ പിന്നിലാണ് എന്നുള്ളതാണ്. തപാൽ വോട്ടുകളിൽ തെളിയുന്ന ഒരു താല്പര്യം ആർക്കൊപ്പം എന്നുള്ളതാണ്. അവിടെ ഈ പറഞ്ഞ തപാൽ വോട്ട് സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ മറ്റ് സർവീസ് വോട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ BJP ഉന്നം വെച്ചത് സാധ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ്. ദില്ലിയിലെ മധ്യവർഗത്തെ, മിഡിൽ ക്ലാസ്സിനെ കയ്യിലെടുക്കുക, തങ്ങൾക്ക് ഒപ്പം എത്തിക്കുക എന്ന അവരുടെ ഒരു താല്പര്യത്തിന് അത്തരം പ്രഖ്യാപനങ്ങൾ തപാൽ വോട്ടിൽ പ്രതിഫലിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ആം ആദ്മി പാർട്ടിക്ക് ഗ്രൗണ്ടിൽ നിർണായക സ്വാധീനമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ ദില്ലിയിൽ അത് തപാൽ വോട്ടിൽ പ്രതിഫലിക്കാത്ത വിധം മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. BJPക്ക് തപാൽ വോട്ടിലൊരു പ്രാമുഖ്യം കാട്ടുന്നുണ്ട്. അതിന് കാരണമായി വരുന്നത് ഇൻകം ടാക്സ്, ആദായ നികുതി ഇളവ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കേന്ദ്ര ബജറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ ഒരു ഉദാര നിലപാട് BJPക്ക് സഹായകരമായോ എന്ന് തീർപ്പാക്കാറായിട്ടില്ല. പക്ഷേ തപാൽ വോട്ടിൽ സ്വാഭാവികമായും സർക്കാർ ജീവനക്കാർക്കിടയിലൊക്കെ കിട്ടാവുന്ന ആ ഒരു മിഡിൽ ക്ലാസ് ആഭിമുഖ്യം BJPക്ക് ദില്ലിയിൽ ഈ തപാൽ വോട്ടിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് നേടാനായിട്ടുണ്ട് എന്നാണ് ഈ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ 11-15 എന്ന നിലയിൽ നിൽക്കുകയാണ്. നേരത്തെ അത് 10-15 എന്നുള്ളതായിരുന്നു. ആം ആദ്മി പാർട്ടി അതിൽ നിന്ന് 11ലേക്ക് വന്നു. BJP 15 എന്നതിൽ തന്നെ നിൽക്കുന്നു. കോൺഗ്രസ് ഒരിടത്തും ലീഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആം ആദ്മി പാർട്ടി ഗ്രേറ്റർ കൈലാഷിൽ ലീഡ് ചെയ്യുകയാണ്. BJP കൽക്കാജിയിൽ ലീഡ് ചെയ്യുന്നു. മുഖ്യമന്ത്രി അതിഷി കൽക്കാജിയിൽ പിന്നിലാണ് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഓർക്കുക. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളൊക്കെ ആവർത്തിച്ച് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ചില മണ്ഡലങ്ങൾ, VIP മണ്ഡലങ്ങൾ എന്നൊക്കെ നമ്മൾ സാധാരണ പറയും, പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ, അതിൽപ്പെട്ടതാണ് കൽക്കാജി എന്ന് പറയുന്നത്. ദില്ലി നിയമസഭയിലെ അവിടെയാണ് ദില്ലി മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി മത്സരിക്കുന്നത്. ന്യൂഡൽഹിയിലാണ് അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും ഈ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ആപ്പാണ്, AAP ആണ് ഓഖ്ലയിൽ ലീഡ് ചെയ്യുന്നത്. ഓഖ്ല നിയമസഭാ മണ്ഡലത്തിൽ ആപ്പ് AAP ലീഡ് ചെയ്യുന്നു എന്നതുകൂടിയുണ്ട്. പതന്തർഗഞ്ചിലെ സംബന്ധിച്ചുള്ള വിവരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. BJP ഏതായാലും ഈ ഘട്ടത്തിൽ BJP 17 ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 9 മാത്രം ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് ഒരേ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ബദ്ലിയിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. ആം ആദ്മി പ്രമുഖരൊക്കെ പിന്നിലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം. ദില്ലിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ എത്തിക്കുന്ന ഞങ്ങളുടെ വാർത്താ സംഘത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വിഷ്ണു തലവൂര് കൂടി വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഏതാണ്ട് ഒരു അരമണിക്കൂറിലേക്ക് ആദ്യത്തെ ഒരു 25 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു വോട്ടെണ്ണലിൻ്റെ. തപാൽ വോട്ടുകളാണ് എണ്ണുന്നത്. 8:30 തന്നെ വോട്ടിംഗ് മെഷീൻ EVM വോട്ടെണ്ണൽ ആരംഭിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുന്ന ഘട്ടത്തിലേക്ക് ഓരോ റൗണ്ടിലേക്കും കടക്കും. ആകെ 70 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അത് BJPക്ക് അനുകൂലമാണ്. അതൊരു ട്രെൻഡ് എന്ന്, തെരഞ്ഞെടുപ്പിൻ്റെതായ ട്രെൻഡ് എന്ന് പറയുന്ന നില സാധാരണ ആരും എടുക്കാറില്ല, കാരണം അത് തപാൽ വോട്ടുകളാണ്. പക്ഷേ എങ്കിലും ഇതുവരെ വന്ന തപാൽ വോട്ടിലെ ലീഡ് എന്നുള്ളത് BJPക്ക് അനുകൂലമാണ്. BJP 17 ലീഡ് ചെയ്യുന്നു. 10 ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് ഇപ്പോൾ 1 നിന്ന് 2 അല്ലേ, 2 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. വിഷ്ണു, ശരത്ത്, അത്തരത്തിൽ തന്നെയാണ് ഇത്തവണ BJP ദില്ലിയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 17 സീറ്റുകളിലാണ് BJP ലീഡ് ചെയ്യുന്നത്. ആം ആദ്മി 9 സീറ്റിലേക്ക് ആം ആദ്മി ചുരുങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ പോസ്റ്റൽ വോട്ടുകളുടെ തുടക്കത്തിൽ ആം ആദ്മി ലീഡ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് BJPയും ആം ആദ്മിയും ഒപ്പത്തിനൊപ്പം എത്തുകയും ഇപ്പോൾ BJP ബഹുദൂരം മുന്നിലേക്ക് പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് 9-17 എന്ന സീറ്റ് നിലയാണ്. BJP 17 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ആം ആദ്മി 9 കോൺഗ്രസ് 2 സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ആം ആദ്മിയുടെ പ്രമുഖ സ്ഥാനാർത്ഥികൾ പിന്നിലാണ് എന്നതുകൂടി നമുക്ക് പറയേണ്ടതുണ്ട്. അരവിന്ദ് കെജ്രിവാൾ, മുഖ്യമന്ത്രിയായിട്ടുള്ള അതിഷി, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, ഇവരൊക്കെ തന്നെ പിന്നിലേക്ക് പോകുന്നു. അരവിന്ദ് കെജ്രിവാൾ തുടക്കത്തിൽ ലീഡെടുത്തെങ്കിലും പിന്നിലേക്ക് പോകുന്നു. അവിടെ BJPയുടെ പർവേഷ് വർമ്മയാണ് ന്യൂദില്ലി മണ്ഡലത്തിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ശരത്, വിഷ്ണു, ഒരു കാര്യം, 70 നിയമസഭാ മണ്ഡലങ്ങളുള്ള ദില്ലിയിൽ
ഏതാണ്ട് 60-നപ്പുറം സീറ്റുകൾ വരെ പിടിച്ച ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഈ ആദ്യ സൂചനകൾ തന്നെ വലിയ തിരിച്ചടിയാണ്. അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള മത്സരം ആം ആദ്മി പാർട്ടിക്ക് മുമ്പിൽ BJP കാഴ്ചവെച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ ആ ഗൗരവത്തെ കൂട്ടുന്നതാണ്. ആദ്യഘട്ടങ്ങളിൽ വരുന്ന ഈ ലീഡ് നിലയിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളൊക്കെ പിന്നിലാണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്, കാത്തിരിക്കുന്നത്, അല്ലേ? ശരത്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ദില്ലിയെ സംബന്ധിച്ച് ആം ആദ്മി കഴിഞ്ഞ 3 തവണ തുടർ ഭരണം നേടിയ പാർട്ടി. പ്രത്യേകിച്ച് 2015-ലെയും 2020-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60-ലധികം സീറ്റുകൾ നേടാൻ ആം ആദ്മിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ ഒരു 4ാം ഭരണം, തുടർ ഭരണം ലക്ഷ്യം വെച്ച് ആം ആദ്മി ഇറങ്ങുമ്പോൾ വലിയ തിരിച്ചടി തന്നെയാണ് തുടക്കം മുതൽ നേരിടുന്നത്. അത് എക്സിറ്റ് പോളുകളിലും ആം ആദ്മി അധികാരം നഷ്ടപ്പെടുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 10-17-2 10 ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. ആ ലീഡ് 10 എന്നതിനേക്കാൾ അപ്പുറം ഏറ്റവും വലിയ പ്രാധാന്യം, വാർത്താ പ്രാധാന്യം വരുന്നത് ആ പാർട്ടിയുടെ നേതാക്കൾ വളരെ പിന്നിലാണ് എന്ന വിവരമാണ് വന്നിട്ടുള്ളത്.